നമ്മൾ പറയാൻ പോണത് മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങളതിന് മുന്നേ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് 2 ദിവസം കൂടുമ്പോഴാണ്. അതെൻ്റെ ജോലി തിരക്ക് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ഡെയിലി വീഡിയോസ് വേണം അല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ഇടുക, ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കമൻറ്റോ ഇടുക. ഓക്കെ, അപ്പം നമ്മൾ മറ്റൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ കരിയറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടാരറ്റ് റീഡിംഗ് വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യുക. ടാരറ്റ് റീഡിംഗ് എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാം. അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തും കറൻറ്റ് സിറ്റുവേഷൻ എല്ലാം ഏത് മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടാരറ്റ് റീഡിംഗ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വലിച്ചു കിട്ടുന്നില്ല. നമ്മുടെ അടുത്ത മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ബേ ലീഫ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാം എന്താണ് ബേ ലീഫ് അല്ലേ? നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന ഇല. ആ ഇലയ്ക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഒന്ന് അതിൻ്റെ സ്മെല്ല്, പിന്നെ അതിന് ഒരു തരം പ്രത്യേക അട്രാക്ഷൻ പവർ ഉണ്ട്. നമ്മൾ ഈ പൂജകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ബേ ലീഫുകൾ യൂസ് ചെയ്യും. പല പല കർമ്മങ്ങൾക്കൊക്കെ പൂജകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ബേ ലീഫ്. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന കുറേ ഇലകളാണ് ബേ ലീഫ്. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇല, താമര, ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അതിന്. അപ്പോൾ എങ്ങനെയാണ് ബേ ലീഫ് മാനിഫെസ്റ്റേഷൻ ചെയ്യുക? അത് ഉപയോഗിച്ചൊരു സ്പെല്ല് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ബേ ലീഫ് എടുക്കുക. ക്ലീൻ ആയിട്ടുള്ളൊരു ബേ ലീഫ്. എല്ലാ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ബേ ലീഫ് എന്നുള്ളത്. അത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? അതിനകത്ത് ഒരു പേന, ആ പേനയുടെ നിറം ചുവപ്പായിരിക്കണം. അതിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒറ്റ വേർഡിൽ അത് എഴുതി അവസാനിപ്പിക്കുക. അത് ഒരുപാട് വലിച്ചു നീട്ടി കഥ പോലെ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന പോലെയൊന്നും എഴുതാൻ നിൽക്കരുത്. അതെന്തായാലും ബേ ലീഫിൽ പറ്റില്ല. പക്ഷെ അതേസമയം വലിച്ചു നീട്ടി എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കുകയല്ല മീൻസ് അത് ചെയ്യരുത്. ഒറ്റ വേർഡ് എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യണം എങ്കിൽ ആ വ്യക്തിയുടെ പേര് എഴുതുക. ആ വ്യക്തിക്ക് എന്നോട് ഇന്ന ഫീലിംഗ് വേണമെങ്കിൽ ആ ഫീലിങ്ങിൻ്റെ പേര് എഴുതുക. ജോലിയാണെങ്കിൽ ജോലി, ഡിപ്പാർട്ട്മെൻറ്റ്, കാര്യങ്ങളെല്ലാം കറക്റ്റ് വ്യക്തമായി കൊടുത്തിരിക്കണം. അതായത് ഇപ്പോൾ പൈസയാണ് ആവശ്യമെങ്കിൽ അത് എഴുതുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അതിൽ എഴുതുക. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം അത് കത്തിച്ച് കളയുക. ഈ കത്തിച്ച് കളഞ്ഞ ആഷസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് യൂണിവേഴ്സിലേക്ക് പറപ്പിച്ച് വിടാം. നമ്മളീ പറപ്പിച്ച് വിടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യൂണിവേഴ്സിലേക്ക് നമ്മളിത് ഏൽപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മളതിനെ പറപ്പിച്ച് വിടുന്നത്. അങ്ങനത്തെ ഒരു സങ്കല്പം നമ്മൾ കൊടുക്കുക. അതായത് പറപ്പിച്ച് വിടാന്ന് വെച്ചാൽ ഊതിക്കളയുക. നമ്മൾ കയ്യിലെടുത്ത ആഷ്, അപ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല. കയ്യിൽ ബേ ലീഫ് അത് കത്തിച്ച് കളയുമ്പോൾ അതിൻ്റെ ചാരം അല്ലെങ്കിൽ അതിൻ്റെ ആഷസ് ഉണ്ടല്ലോ, അത് യൂണിവേഴ്സിലേക്ക് നമ്മൾ പറത്തി വിടുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഒരുതരം എന്താ പറയുക, ജപ്പാൻകാരും ചൈനക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഇതൊരു ടെക്നിക്കാണ്. അവർക്ക് കുറേ വിശ്വാസങ്ങളുണ്ട്. അവർ യൂസ് ചെയ്യുന്ന വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട അവരുടെ പല കർമ്മങ്ങളിൽ അവർ യൂസ് ചെയ്യുന്ന ഇലയാണ് ബേ ലീഫ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരിക്കലും ബേ ലീഫിനെ ഒരു സാധാരണ ഇലയായിട്ട് കാണരുത്. ബേ ലീഫ്, അതുപോലെ തന്നെ തുളസി, വെറ്റില, ഇതിനൊക്കെ അതിൻ്റേതായ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മനസ്സിലത് വിചാരിച്ചിട്ട് നിങ്ങളുടെ കാര്യം യൂണിവേഴ്സിലേക്ക് അത് സമർപ്പിക്കുക. തുടർന്ന് 7 ദിവസവും 11 ദിവസവും 21 ദിവസവും നിങ്ങൾക്കത് ചെയ്യാം. മനസ്സിലായോ? വളരെ നല്ലതാണ്. ഒറ്റയടിക്ക് 7 ദിവസം ചെയ്യുന്നതും 11 ദിവസം ചെയ്യുന്നതും 21 ദിവസം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നതും. ഇനി ഇതുപോലെയുള്ള പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 2x 3x ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് പേര് അതിന് തെളിവുകളായിട്ട് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. പറ്റുന്ന മെസ്സേജുകൾ നമ്മുടെ പോസ്റ്റിലായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്.
നമ്മളിതെല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു വിശ്വാസമാവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു വിശ്വാസം അടിയുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഒരുപാട് പേര് മഹത് വ്യക്തികൾ അവരുടെ ലൈഫ് മാനിഫെസ്റ്റേഷനിലൂടെ അവർ വിചാരിച്ച ലൈഫ് ഫ്രെയിം ചെയ്തെടുത്ത കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ എക്സാമ്പിൾ നമ്മുടെ ലാലേട്ടൻ, സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ എത്രയോ പേരുണ്ട്. കുറച്ച് പുസ്തകങ്ങളുണ്ട് മാനിഫെസ്റ്റേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷൻ ബുക്കുകളും നമ്മുടെ പവർ ഓഫ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതും വളരെ വളരെ നല്ലതാണ്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. പുറത്തുനിന്ന് സൗണ്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാനിവിടെ ഒരു റൂമിൻ്റെ ഉള്ളിലാണ്, വാലടച്ചിട്ടിട്ടാണ് ഞാൻ വോയിസ് അയക്കുന്നത്. പുറത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു ഹിന്ദി പറയുന്ന ചേച്ചിമാരുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് അവരുടെ വോയിസിനകത്ത് കയറി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളത് ഇഗ്നോർ ചെയ്യുക, ഞാൻ പറയുന്നത് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും അതുപോലെ തന്നെ ചക്ര അലൈനൈസേഷൻ അങ്ങനെ കുറേ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളതിനനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ.